ഹേ ഗായ്സ്, നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു. ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്ളോഗാണ്. വെറുതെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയതാണ്. കാരണം കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് വ്ളോഗ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഇന്നാണ് അതിന് ധൈര്യം കിട്ടിയത്. കാരണം ഞാനായിരുന്നു ആലോചിക്കുമായിരുന്നു, ഞാനൊരു വ്ളോഗ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ആയിട്ട് പപ്പടം പൊടിക്കുന്നവരെ പൊടിക്കും. വെറുതെ എയറിലാവണമെന്ന് കരുതി ചെയ്യായിരുന്നു. പിന്നെ ഇന്ന് രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഈ വ്ളോഗ് ചെയ്യാൻ പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇട്ടാലും മതി, നമുക്കൊരു മെമ്മറി ആയിട്ട് അത് സേവായി കിടക്കും. പിന്നെ ഒരു എക്സ്പീരിയൻസോ. ഞങ്ങൾ നിൽക്കുന്നൊരു ഹോട്ടലിൽ ഞങ്ങളുടെ അടിയും പിടിയും ദേഷ്യവും സ്നേഹവും ഒക്കെ ഈ 4 ചുവർ കണ്ടിട്ടുണ്ട്. ശരിക്കും ഞങ്ങളായിട്ട് കണ്ടത് ഞങ്ങളുടെ വീട്ടുകാർ പോലും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ വീടാണ് ഞങ്ങൾ ശരിക്കും എത്രക്കാരാണെന്നും ഏത് തരത്തിൽപ്പെട്ടവരാണെന്നൊക്കെ കണ്ടതല്ല ഈ വീട്. അതാ പറഞ്ഞത്, ഈ കൊച്ചൊരു ഹോട്ടൽ വീടാക്കി എടുത്തതാണ്. പക്ഷെ അന്ന് അറിയില്ല ഇത്രയും അറ്റാച്ച്മെൻ്റ് ആവുന്ന ഇങ്ങോട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഞാൻ നിൽക്കുന്ന ജയ്സൽമേർ എന്നൊരു സ്ഥലത്താണ്, രാജസ്ഥാൻ. ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ കൊണ്ടുപോയി ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പാക്കിങ്ങും പിന്നെ അങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓരോരോ സാധനങ്ങളിൽ കഴുകി ഉണക്കി ഇങ്ങനെ വെച്ചേക്കുക. ഇനി പാക്കാവാനുള്ളതാണ്. ബാ അകത്തേക്ക് വാ, ബാക്കി അവിടെ കാണിച്ചില്ല. താഴോട്ട് നോക്കിയൊന്നും വേണ്ട, ഫുള്ള് കച്ചറയായി അവിടെ. ഇതായിരുന്നു ഞങ്ങളുടെ ഹാപ്പി പ്ലേസ്. ഈ 4 രൂപകളില്ലേ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് മേടിച്ചെന്നറിയോ. ഇത് ഒട്ടിച്ച് തന്നെ, അതായത് ഈ കുടം പിടിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടും, ചട്ടിയുള്ള താഴോട്ടും, വെറുതെ കൈയും കെട്ട് നോക്കിയിരിക്കുന്ന മേനത്തോട്ടും, അങ്ങനെ ഓരോരോ ചെറിയ കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഈ വീട് സെറ്റ് ചെയ്തതാണ്. പിന്നെ കണ്ണുവെക്കാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും വെറുതെ ഒരു രസം. ഇനി ആരെങ്കിലും കണ്ണുവെച്ച് ഞങ്ങൾ ഡിവോഴ്സായി പോയാലോ ഞങ്ങളുടെ സ്നേഹം അടിയെ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടിയ ഒരു കണ്ണനും, പിന്നെ അതേ ഒരു ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ ഒരു വെൽക്കം ബോർഡും, പിന്നെ എൻ്റെ കയ്യിൽ അവളെ കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ 30 അങ്ങനെ ആ മെഴുകുതിരി ഇപ്പോഴേ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതെ എവിടെയും ഒരു 4 രൂപത്തെ കാണാൻ പറ്റും. ഇന്നിപ്പോൾ ഇവിടുന്ന് വേണം ഞങ്ങളുടെ ജീവിതം ഇവിടുന്ന് ഇളക്കി പറിച്ചു വെക്കാനായി. ഞങ്ങൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്, ഇവിടുന്ന് പറിച്ച് പിന്നെ അടുത്തടുത്ത് പോവുക. ഫേവറേറ്റ് അറിയോ? അമ്മേ, അങ്ങനെ ഞങ്ങളുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ദേ സാധനങ്ങൾ വണ്ടിയിലും കയറി. ഇനി അടുത്ത യാത്ര ബാംഗ്ലൂരിലേക്ക്. ദേ എത്ര പേരാ ഞങ്ങൾ യാത്രയൊക്കെ വന്നതെന്ന് കണ്ടോ. ഞങ്ങളുടെ 4 വർഷത്തെ ഓണവും വിഷുവും ക്രിസ്മസും ന്യൂ ഇയറും മഴയും വെയിലിനും ഒക്കെ എല്ലാവരോടൊപ്പമായിരുന്നു. അങ്ങനെ അവരോടൊക്കെ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി. ഇത് ഇപ്പോൾ സ്റ്റേഷനെത്തി. എനിക്ക് എന്ത് രസമെന്നുണ്ടോ ഞങ്ങളുടെ ജയ്സൽമേർ സ്റ്റേഷൻ കാണാനായിട്ട്. അപ്പോഴാണ് ഞങ്ങൾ യാത്രയൊക്കെ ജാക്സൺ വന്നത്. ജാക്സൺ എൻ്റെ കൂട്ടുകാരനാണ്. അവനും അവൻ്റെ 2 അമ്മക്കിളിയായിട്ടാണ് വന്നത്. അവരോടൊക്കെ യാത്ര പറഞ്ഞു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയ ഒരു സംഘമായത്. ഇവരോട് യാത്ര പറച്ചിലൊന്നും നടക്കാത്തത് കൊണ്ട് മാത്രം ഇവരോട് ഞങ്ങൾ റിക്വസ്റ്റ് അടിച്ച്, മക്കളെ നിങ്ങൾ വരണ്ട, ഞങ്ങൾ പോയിക്കോളാം, ഞങ്ങൾക്ക് ബൈ പറയാൻ പറ്റില്ല നിങ്ങളോട്. ഒരുപാട് സന്തോഷമുണ്ട്, കുറച്ച് സങ്കടമുണ്ട്. കാരണം ബാംഗ്ലൂർ പോകുന്നതിൻ്റെ സന്തോഷമുണ്ട്, പിന്നെ കുറേ നല്ല ബന്ധങ്ങൾ വിട്ടു പോകുന്നതിൻ്റെ ചെറിയൊരു വിഷമം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര വീണ്ടും തുടരുന്നു.